بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി വഴിപ്പെട്ട മുത്തക്കികളായി ജീവിക്കാനും മരിക്കാനും ശ്രമിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മാനവ സമൂഹം സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ചരിത്രം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ എന്ന്. നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് അല്ലാഹു പടച്ചിട്ടുള്ളത്, അവനെ നിങ്ങൾ ഭയപ്പെടണം എന്ന്. വഖലഖ മിൻഹാ സൗജഹാ, ആ ആത്മാവിന് അതിൻ്റെ ഇണയെയും അല്ലാഹു സംവിധാനിച്ചു. വഖലഖ്നാകും അസ്വാജ, നിങ്ങളെല്ലാവരും ഇണകളാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എല്ലായിടത്തും സ്ത്രീ പുരുഷ ബന്ധങ്ങളെ
ദാമ്പത്യ ബന്ധങ്ങളെ വിശേഷിച്ച് പരിശോധിക്കുന്നിടത്തെല്ലാം അല്ലാഹു സ്ത്രീയെയും പുരുഷനെയും വ്യത്യസ്ത തലങ്ങളിൽ കാണുന്നതിന് പകരം അവർ രണ്ടു കൂട്ടരും മനുഷ്യ വർഗത്തിന്റെ രണ്ടു ഭാഗങ്ങളാണ്, തുല്യ പരിഗണനയുള്ളവരാണ്. മറ്റൊരാൾക്ക് മെക്കിട്ട് കയറാനുള്ള അധികാരം ഒന്നിനുമേൽ മറ്റാർക്കും കൊടുത്തിട്ടില്ല. സ്ത്രീക്ക് പുരുഷനേക്കാൾ ഒരു കുറവുമില്ല. പുരുഷന് സ്ത്രീയേക്കാൾ കൂടുതൽ വലിയ പദവികളുമില്ല എന്നിങ്ങനെ തുല്യതയെ സൂചിപ്പിക്കുന്ന സൗജ്, അസ്വാജ് എന്ന പദങ്ങളാണ് അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ലോകത്തെ ഏത് ഭാഗത്താണെങ്കിലും ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹവും പുരുഷ കേന്ദ്രീകൃത നിയമങ്ങളും പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥകളുമൊക്കെയാണ്. എന്നാൽ ഇസ്ലാം അതിൻ്റെ നേർപകുതിയായ സ്ത്രീ സമൂഹത്തെ കാണുന്നത് പുരുഷനോട് തുല്യതയുള്ളവളായിട്ടാണ്. കഴിവുകളും അതിനനുസരിച്ചുള്ള ധർമ്മങ്ങളുമൊക്കെ വ്യത്യസ്തങ്ങളാണ് എന്നതല്ലാതെ സ്ത്രീക്ക് പുരുഷനേക്കാൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു കുറവുള്ളതായി, ഒരു ദൗർബല്യമുള്ളതായി, ഒരു രണ്ടാം തരക്കാരിയായി ഇസ്ലാം കാണുന്നില്ല എന്നു മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീക്ക് വെച്ച പദവികളും ആ ഓരോ പദവികളിലും പുരുഷന്മാരും മറ്റു സമൂഹവും അവരോട് ഇടപെടുന്ന സ്വഭാവ മര്യാദകളുമൊക്കെ പഠിപ്പിക്കുന്നത് കണ്ടാൽ ഇസ്ലാമിലെ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നതും എന്ന് നമുക്ക് മനസ്സിലാകും. ചില സംഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും ഇങ്ങനെ കടന്നു പോകുമ്പോൾ നിലവിലുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ എന്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാനത് കാരണമാകും. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവൾക്കുണ്ടാവുന്ന ആദ്യത്തെ പദവി, അവസ്ഥ ഒരു പെൺകുട്ടിയായിരിക്കുക എന്നതാണല്ലോ. നമ്മുടെ മകളായിരിക്കുക എന്ന്. നമുക്ക് മക്കളുണ്ട്, ആൺമക്കളുമുണ്ട്, പെൺമക്കളുമുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു സംഭവം ഉദ്ധരിക്കുന്നത് സത്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലാണ്. ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന 3 സന്ദർഭങ്ങൾ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിൽ 3 സമയങ്ങളിലായി 3 സ്ത്രീകൾ വരുന്നു. നിവൃത്തിയില്ലാത്ത വീട്ടിൽ നിന്നുള്ള ഒരു സ്ത്രീ തൻ്റെ 2 മക്കളുമായി എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വന്നു. 2-3 റിപ്പോർട്ടുകളിലുള്ള ഒരു റിപ്പോർട്ട് മാത്രം ഞാൻ പറയാം. അത് ഒരു ഈത്തപ്പഴമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നും 2 ഈത്തപ്പഴം ഉണ്ടായിരുന്നു എന്നും 3 ഈത്തപ്പഴമാണ് ഉണ്ടായിരുന്നത് എന്നുമൊക്കെയാണ് റിപ്പോർട്ടുള്ളത്. മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഉമ്മാക്കും 2 പെൺകുട്ടികൾക്കും ഈ 3 ഈത്തപ്പഴം എടുത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ഉമ്മ 2 പെൺമക്കൾക്ക്, മക്കൾക്ക് 2 പേർക്കും അതിൽ ഓരോന്ന് കൊടുത്ത് ഒന്ന് ഉമ്മ കയ്യിലും വെച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ കൗതുകത്തോടെ ഇങ്ങനെ കുട്ടികളെ നോക്കി നിൽക്കുമ്പോൾ കുട്ടികൾ 2 അവനവന് കിട്ടിയ ഈത്തപ്പഴം തിന്നു. എന്നിട്ട് ഉമ്മയുടെ കയ്യിലിരിക്കുന്ന ആ ഈത്തപ്പഴത്തിലേക്ക് അവരുടെ കണ്ണുകൾ പോയി. ഉമ്മ ആ ഈത്തപ്പഴം 2ആയി ഭാഗിച്ച് അത് അവർക്ക് 2 പേർക്കും കൊടുത്ത് സന്തോഷത്തോടുകൂടി മക്കളെയുമായി ഇറങ്ങിപ്പോയി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ അഅജബ്തു, എനിക്കത് വല്ലാത്തൊരു അത്ഭുതമായി പോയി. ആകെ 3 ഈത്തപ്പഴാണുള്ളത്, വേറൊന്നുമില്ല. വിശക്കണ സമയമാണ് ഉമ്മാക്കും മക്കൾക്കും. പക്ഷെ ഉമ്മയുടെ ആ പ്രവൃത്തി എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിപ്പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ ഫഹദ്ദസ്തുഹു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഉബ്തുലിയ മിൻ ഹാദിഹിൽ ബനാത്തി ശൈഅൻ, പെൺമക്കൾ ഉണ്ടാവുകയും
നല്ലോണം സഹോദരങ്ങൾ പഠിക്കാനാണ്. ഇസ്ലാം എന്താണ്? നമുക്ക് ഇസ്ലാമിനെ ഒരു അന്തസ്സായി അഭിമാനമായി തോന്നുവാൻ എന്തെല്ലാമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതാണ് നമ്മുടെ ചർച്ച. ഇസ്ലാം ഇപ്പോൾ നമുക്ക് അഭിമാനമാണോ അല്ലയോ എന്നത് നമ്മൾ ആദ്യം ആലോചിക്കും. നമ്മൾ ഇതിനുള്ളിൽ വന്ന് പെട്ടുപോയി ഇനി പിടിച്ചു നിൽക്കല്ലാതെ നിവൃത്തിയില്ല എന്നതുകൊണ്ടാണോ നമ്മൾ ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്നത്? അതൊരു അന്തസ്സുള്ള പ്രത്യയശാസ്ത്രമായി, ഒരു അന്തസ്സുള്ള സംവിധാനമായി, വ്യവസ്ഥയായി, മറ്റെന്തിനേക്കാൾ അഭിമാനം തോന്നുന്ന നിലയിലുള്ള സംഹിതയായി നമ്മുടെ മനസ്സിൽ ഉറക്കുന്നുണ്ടോ എന്നതാണ് ആലോചന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ എലിയ എന്നും മൻ ഇബ്തുലിയ എന്നുമാണ് റിപ്പോർട്ടുകൾ. മൻ ഇബ്തുലിയ മിൻ ഹാദിഹിൽ ബനാത്തി ശൈഅൻ, ആർക്കെങ്കിലും ചെറിയ പെൺമക്കൾ ഉണ്ടാവുകയും ഫഅഹ്സന ഇലൈഹിന, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരികയും, ഒരു റിപ്പോർട്ടിലുള്ളത് ഫഅദ്ദബഹുന്ന ഫഅഹ്സന തഅദീബഹുന്ന വഅല്ലമഹുന്ന സുമ്മ അൻകഹഹുന്ന എന്നാണ്. അവരെ നല്ല വിദ്യാഭ്യാസം നൽകി, നല്ല സ്വഭാവശീലങ്ങൾ അവർക്ക് പകർന്നു നൽകി, നല്ല രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന് സുമ്മ അൻകഹഹുന്ന, പിന്നെ അവരെ ഒരു നല്ല ചെറുപ്പക്കാരനെ കണ്ടെത്തി കല്യാണവും കഴിച്ചു കൊടുത്താൽ കുന്നലഹു സിത്രം മിനന്നാർ എന്നാണ്. സുബ്ഹാനല്ലാഹ്, കുന്നലഹു സിത്രം മിനന്നാർ. ആ പെൺമക്കൾ രണ്ടുപേരും ഈ മാതാപിതാക്കളുടെ നരകമോചനത്തിനുള്ള കാവൽക്കാരായി, നരകത്തിൽ നിന്ന് അവരെ തടയുന്ന മറകളായി, സംരക്ഷകരായി ആ പെൺമക്കൾ രണ്ടുപേരും മാറും. ഏതൊരു വ്യവസ്ഥയിലാണ്, ഏതൊരു ആദർശത്തിലാണ്, ഏതൊരു സംഹിതയിലാണ്, അത് മതമാവട്ടെ, മതേതരമാവട്ടെ, മറ്റു സാംസ്കാരിക സംഘടനകളാവട്ടെ, മറ്റു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളാവട്ടെ, എവിടെയാണ് നമ്മുടെ പെൺമക്കളോട് ഇത്രയും മികച്ച രൂപത്തിൽ മാതാപിതാക്കൾ പെരുമാറണമെന്നും അതിനവർക്ക് ലഭ്യമാവാനിരിക്കുന്ന അവസ്ഥാന്തരം ഇതാണ് എന്നും പഠിപ്പിക്കുന്ന മറ്റൊരു സംഹിത എവിടെയാണുള്ളത്? നോക്കൂ നിങ്ങൾ, മറ്റൊരു സന്ദർഭം, ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഒരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അബിക്റൻ അം സയ്യിബൻ, നീ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയാണോ, ഒരു കന്യകയാണോ, അതോ ഒരു പ്രായമായ വിധവയെയോ വിവാഹമോചിതയെയാണോ കല്യാണം കഴിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സയ്യിബൻ യാ റസൂലല്ലാഹ്, ഞാനൊരു വിധവയെയാണ്, കുറച്ച് പ്രായമായ ഒരു സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത്. ജാബിർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഹല്ല ജാരിയത്തൻ തുലാഴിബുഹാ വ തുലാഴിബുക്, അതെന്തേ ഒരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? എന്തിനാ ഒരു കന്യകയെ കല്യാണം കഴിക്കുന്നതിന് പകരം ഒരു വയസ്സായ വിധവയെ നോക്കിയത്? അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഇന്ന അബ്ദല്ലാഹ് ഹലക, എന്റെ അമ്മ പണ്ടേ മരിച്ചിരുന്നു, ഇപ്പയും മരിച്ചിട്ടുണ്ട്. വ തറക്ക തിസ്അ ബനാത്തിൻ, 9 സഹോദരിമാരുണ്ട് എനിക്ക്, അവരൊക്കെ ചെറിയ ചെറിയ മക്കളാണ്. വ ഇന്നി കരിഹ്തു അൻ ആതിയഹുന്ന ഔ അജിഅഹുന്ന ബിമിസ്ലിഹിന്ന, അവർക്കിടയിലേക്ക് അവരെ പോലൊരാളെ കൊണ്ടുവന്നിട്ട് അവർക്കെന്ത് ഉപകാരം കിട്ടാനാണ്? എനിക്കല്ല. ഞാൻ കല്യാണം കഴിക്കുന്നത് ഉമ്മയും പാപ്പയും ഇല്ലാത്ത എന്റെ സഹോദരിമാരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ഫഅഹ്ബബ്തു അൻ അജിഅ ബിഇംറഅത്തിൻ തഖൂമു അലൈഹിന്ന വതുസ്ലിഹുന്ന, എന്റെ സഹോദരിമാരെ പരിചരിക്കാനും പരിപാലിക്കാനും അവരെ സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകാനും പറ്റുന്ന ഒരാളെയാണ് ഞാൻ നോക്കിയത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫബാറക്കല്ലാഹു ലക്, അത്ര മഹത്തായ ഒരു ചിന്തയാണ് താങ്കളുടേത്. അല്ലാഹു താങ്കൾക്ക് ആ വിവാഹത്തിൽ അനുഗ്രഹം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട എന്റെ മുസ്ലിം സമൂഹത്തോടാണ് ചോദ്യം,
സ്വന്തം സഹോദരിയോട് ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, അവൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് ഇതാണ് നിനക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം എന്ന് പഠിപ്പിക്കുന്ന സമൂഹം, സമുദായം, മതം, ദർശനം, പ്രത്യയശാസ്ത്രം, സംഹിത ഇസ്ലാമല്ലാതെ മറ്റേതുണ്ട് പ്രിയപ്പെട്ടവരെ? പെൺമക്കൾ ഉണ്ടാവുക എന്നത് അപമാനമായി കണ്ടിരുന്ന, അവർ പുറത്തേക്കിറങ്ങി നടക്കാനൊരാവുമ്പോൾ അവർ ജീവനോടെ കുഴിച്ചു മൂടാൻ ആലോചിച്ചിരുന്ന, അവരെ വളർത്തുക എന്നത് അപമാനമായി കണ്ടിരുന്ന ഒരു സമൂഹത്തോടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പെൺമക്കളിലും നിങ്ങളുടെ സഹോദരിമാരിലും ഇന്നിന്ന ഗുണങ്ങളുണ്ട്, അവരെ നിങ്ങൾ ഇന്നിന്ന രൂപത്തിലാണ് സംരക്ഷിക്കേണ്ടത്. കാരണം അവരുടെ സംരക്ഷണത്തിലും അവരുടെ പരിഗണനയിലും പരിചരണത്തിലുമാണ് നിങ്ങളുടെ പരലോക വിജയം ഇരിക്കുന്നത് എന്നത് പഠിപ്പിച്ചുകൊണ്ട് മാനവതയ്ക്ക് ഉത്തമ മാതൃകയാക്കി ആ സമൂഹത്തെ മാറ്റിയെടുത്ത ആ ദർശനത്തിന്റെ അനുയായികളായ മുസ്ലിമീങ്ങൾക്ക് തങ്ങളുടെ ഇസ്ലാമീയത്തിൽ അന്തസ്സില്ലാതെ അഭിമാനമില്ലാതെ പോകുന്നു എങ്കിൽ, തങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് അവർക്ക് പുറമെ പറയാനും നടിക്കാനും പ്രകടിപ്പിക്കാനും അപമാനം തോന്നുന്നുവെങ്കിൽ, നമ്മുടെ ഇസ്ലാമിന്, നമ്മൾ ഉൾക്കൊണ്ട മതബോധത്തിന്, നമ്മൾ മനസ്സിലാക്കിയിടത്ത് എന്തൊക്കെയോ പോരായ്മകളും പോറലുകളും ന്യൂനതകളുമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്, നമ്മുടെ സഹോദരിമാർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ പദവി അവൾ ഒരു ഭാര്യയാവുക എന്നാണ്. എന്തൊക്കെയാണ് ഖുർആനും സുന്നത്തും ഒരു ഭാര്യയോട് പെരുമാറേണ്ട രീതി എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. മാന്യത വിട്ടിട്ടുള്ളൊരു പെരുമാറ്റം അവളോടുണ്ടാവരുത്. അവളെ ഉപദ്രവിക്കരുത്. അവളെ ചീത്ത പറയരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൽ വീട്ടു വെച്ച് തന്നെ പറയുക. അവളെ ആദരിക്കാൻ കഴിയണം, അവളെ ബഹുമാനിക്കാൻ കഴിയണം. നിങ്ങൾക്ക് അവരുടെ മേൽ യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല. അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ അവരെ ഏറ്റെടുത്തു എന്നതൊഴികെ അവർ കുടുംബത്തെ വിട്ട് നിങ്ങളുടെ കാൽ കീഴിൽ അഭയം തേടിയവരാണ്, ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പോറലേൽപ്പിക്കരുത്, ശാരീരികമായോ മാനസികമായോ പോറലേൽപ്പിക്കരുത് എന്ന് പറഞ്ഞ ഒരു മതം, ഒരാചാര്യൻ, ഒരു വേദഗ്രന്ഥം മറ്റേതാണ്? ഇതാ തൊഴയിത്ത, നീ കഴിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണം അവളെ കഴിപ്പിക്കണം. നീ ധരിക്കുന്ന അതേ ക്വാളിറ്റിയുള്ള വസ്ത്രം അവൾക്ക് നൽകണം എന്നൊക്കെ പഠിപ്പിച്ച ഒരു മതസംഹിത അല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മുടെ പെൺകുട്ടികൾ മക്കളായിട്ടാണെങ്കിലും സഹോദരിമാരായിട്ടാണെങ്കിലും ഭാര്യമാരായിട്ടാണെങ്കിലും അന്തസ്സോടെ അഭിമാനത്തോടെ ആദരവോടെ വളരേണ്ടവരാണ്. അതാണ് ഇസ്ലാം വെച്ച കാഴ്ചപ്പാട് എന്നർത്ഥം. ഇനി നോക്കൂ നിങ്ങൾ, നാലാമത് അവൾക്കുണ്ടാകുന്ന ഒരു സങ്കടകരമായ അവസ്ഥ, ഭർത്താവ് മരിച്ചോ വിവാഹമോചനം ചെയ്യപ്പെട്ടോ അവൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്നാൽ നിലവിലുള്ള നമ്മുടെ സാമൂഹ്യ അവസ്ഥക്കനുസരിച്ച് അവൾ നമുക്കൊരു ഭാരമാണ്, ഒരു സങ്കടമാണ്, ഒരു കഷ്ടപ്പാടാണ്, അതിനപ്പുറത്തൊരു പ്രശ്നമാണ്, ഒരു ദുരവസ്ഥയാണ്, അതിനുമപ്പുറത്ത് അവൾ ഒരു ദുസ്സഗുണമാണ്. എല്ലാ പ്രയാസങ്ങൾക്കും അവളും അവളുടെ മക്കളുമായിരിക്കും കാരണം. ആങ്ങളമാർക്ക് വേണ്ട, ജ്യേഷ്ഠത്തിമാർക്ക് വേണ്ട, അനിയത്തിമാർക്ക് വേണ്ട, അവസാനം ഉമ്മക്കും വാപ്പക്കും പോലും വെറുപ്പായി തുടങ്ങി, നാത്തൂന്മാർക്ക് തീരെ വേണ്ട, ഒരിടത്തും വേണ്ടാത്തവളായി അവൾ മാറി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുറിച്ച് നമ്മളോട് പറഞ്ഞെന്താ അറിയോ? അലാ ഉഖ്ബിറുക്കും ബിഅഅലമിൽ അജ്ർ, നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സൽക്കർമ്മത്തിന്റെ പേര് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് ഏറ്റവും നല്ല സ്വതക്ക എന്താണെന്ന് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഇബ്നതുക മർദൂദത്തുൻ ഇലൈക ലൈസ ലഹാ കാസിബുൻ ഗൈറക എന്നാണ്. നിന്റെ അരികിലേക്ക് തന്നെ മടക്കപ്പെട്ട നിന്റെ പെൺകുട്ടിയാണത്.
നിന്റെ വീട്ടിലേക്ക് തന്നെ മടക്കപ്പെടുന്ന വിധവയായോ വിവാഹമോചിതയായോ നിന്റെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടുന്ന മകളാണ് നിനക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ, അവൾക്ക് വേണ്ടിയുള്ള ജീവിതമാണ് ഏറ്റവും വലിയ സ്വതക്കയായി കിട്ടുന്നത്. കാരണം ലൈസ ലഹാ കാസിബുൻ ഗൈറക, ജീവിതത്തിൽ ഇനി അവൾക്ക് ഒരു അത്താണിയായി, ഒരവലംബമായി, ഒരു പ്രതീക്ഷയായി നീ മാത്രമേ ഉള്ളല്ലോ. പൊന്നാര ആങ്ങളമാര്, പൊന്നാര മാതാപിതാക്കള് മനസ്സിലാക്കേണ്ടത് സംഗതിയാണത്. അവളാണ് നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും നല്ല സമ്പത്ത്, ഏറ്റവും നല്ല സ്വതക്ക. ഇതര സമൂഹങ്ങളിൽ മഞ്ഞൾ തേച്ച് തലമുണ്ടനം ചെയ്ത് വെള്ളവസ്ത്രം ധരിച്ച് ദുസ്സകുലമാക്കപ്പെട്ട് പുറമേക്ക് കാണാൻ കഴിയാത്ത, ആരിലും വെറുപ്പുണ്ടാക്കുന്ന, ഒരു സന്തോഷത്തിന്റെ സദസ്സിലും പങ്കെടുക്കാൻ അർഹതയില്ലാത്ത രൂപത്തിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് ഇസ്ലാം ആ മക്കളെ കാണുന്നത് ആ കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും നല്ല പുണ്യം എന്നതാണ്. നോക്കൂ നിങ്ങൾ, മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസാരി അലൽ അർമിലതി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് ഔ കൽ ഖായിം ഔ കസ്സായിം. വിധവകൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, വിധവകളുടെ ഉന്നമനത്തിന്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, കലിമത്ത് തൗഹീദിനു വേണ്ടി ധർമ്മസമരത്തിന് ഇറങ്ങുന്നവരുടെ പ്രതിഫലമുണ്ടാകും. പകലന്തിയോളം നോമ്പെടുക്കുന്നവരുടെ പ്രതിഫലമുണ്ടാകും. രാവിലെ വെളുക്കുവോളം നമസ്കരിക്കുന്നവരുടെ പ്രതിഫലമുണ്ടാകും എന്നൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അടുത്ത ഒരു പദവി നമുക്കറിയാം, അവൾ ഉമ്മയാകുന്നതാണ്. ഉമ്മയോളം ആദരിക്കപ്പെടേണ്ടുന്ന ഒരു വ്യക്തി, ഒരു ജീവിതം ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ മറ്റ് യാതൊന്നുമില്ല എന്ന് നമുക്കറിയാം. ഉമ്മയെ എങ്ങനെയൊക്കെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എന്ന്, എങ്ങനെയൊക്കെയാണ് അവരോട് പെരുമാറേണ്ടത് എന്ന് സുന്നത്ത് പരിചയപ്പെടുത്തുന്നത് എന്ന് നമ്മളോട് ആരും പറഞ്ഞു തരേണ്ടതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സംഗതികൾ, ഇസ്ലാമിലെ ഒരു സ്ത്രീ ഏത് സാഹചര്യത്തിലും അപമാനിക്കപ്പെടാവതല്ല. ഇസ്ലാമിനോളം സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുന്ന മറ്റൊരു മതസംഹിത ലോകത്തിന്നോളം ഉണ്ടായിട്ടില്ല, ലോകത്തിനിയൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല. ആകാശീയമായ നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ട് പരലോകത്തെ നരകവും സ്വർഗവുമായി ബന്ധപ്പെടുത്തി സഹോദരിമാരോട്, സ്ത്രീകളോടുള്ള പെരുമാറ്റ മര്യാദ നിഷ്കർഷിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികൾ എന്ന അർത്ഥത്തിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമുക്കപ്പുറത്ത് സംസ്കാരം എന്ന് പഠിപ്പിക്കപ്പെടുന്നത് അല്ലേ, സാംസ്കാരിക ലോകമെന്നും സാംസ്കാരിക നായകന്മാരെന്നും സാംസ്കാരിക പ്രവർത്തകർ എന്നും ഒക്കെ കലയെയും അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെയും കാലങ്ങളായി പഠിപ്പിച്ച് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിടത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചീഞ്ഞ് നാറിയ, ദുർഗന്ധം വമിക്കുന്ന, പുളിച്ച് തികട്ടിയ കഥകളാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവിടെയാണിപ്പോഴും നമ്മുടെ മക്കളുടെ മനസ്സ്, അവിടെയാണിപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ലോകത്തെ മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്നവരുണ്ട് മക്കളെ, നിങ്ങൾ അവരെ കണ്ടു പഠിക്കണം എന്നാണ് എങ്കിൽ ആ ലോകത്ത് നിന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമുമായി നമ്മൾ ഒന്ന് താരതമ്യം ചെയ്താൽ നമുക്കും നമ്മുടെ മക്കൾക്കും ഇസ്ലാമിലേക്കുള്ള വഴി, തൗഹീദിലേക്കുള്ള വഴി വളരെ ലളിതമായിരിക്കും, വളരെ എളുപ്പമായിരിക്കും, വളരെ വിശാലമായതുമായിരിക്കും എന്ന് നമ്മൾ ഉൾക്കൊള്ളുക. അത് നമ്മുടെ മക്കളിലൂടെ നമ്മൾ പകർന്നു നൽകാൻ ശ്രമിക്കുക. ആ ഒരു ഇസ്ലാമിയത്ത് നിലനിർത്തുന്നതിലാണ് കുടുംബത്തിന്റെ ഭദ്രതയും സമാധാനവും അന്തസ്സും ഐശ്വര്യവും അഭിമാനവും ഉള്ളത് എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. യാ റബ്ബൽ الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن محمدا عبده ورسوله وشرف مولود. اللهم صل على محمد
وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ട അനുയായികളായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി ശ്രദ്ധിക്കണം, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന പരിഗണന ഈ രൂപത്തിലാണ് എങ്കിൽ ഇതിനൊരു മറുവശമുണ്ട്. ഇത്രയൊക്കെ ആദരിക്കപ്പെടേണ്ടുന്ന, സംരക്ഷിക്കപ്പെടേണ്ടുന്ന, പരിഗണിക്കപ്പെടേണ്ടുന്ന നമ്മുടെ സഹോദരിമാർ അപമാനിക്കപ്പെടാതിരിക്കാൻ അവർ പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ കൂടി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ട്. ആദരവും അഭിമാനവും അന്തസ്സും പരിഗണനയും സംരക്ഷണവും ഒക്കെ ചോദിച്ചു വാങ്ങേണ്ടവയല്ല, അതെല്ലാം ലഭിക്കേണ്ടവയാണ്. സ്വന്തം ജീവിതം കൊണ്ട്, അതിൻ്റെ വിശുദ്ധി കൊണ്ട്, പെരുമാറ്റ മര്യാദകൾ കൊണ്ട് അത് ലഭിക്കേണ്ടവയാണ്, സമൂഹത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടവയല്ല. ഞാനത് പറയാനുള്ള കാരണം, ഈ അടുത്ത ദിവസങ്ങളിൽ സിനിമാ മേഖലയുടെ അപ്പുറത്ത് കൽക്കത്ത മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ദാരുണമായ സംഭവത്തിന്റെ പേരിൽ നമ്മളൊക്കെ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു ഫീൽഡ്, MBBSന്റെ ഡോക്ടർമാരുടെ ഫീൽഡ്, അവരുടെ ചെറുപ്പക്കാരായ ഡോക്ടർമാരുടെ സമരമുറകളിലെ അവർ ഉയർത്തിയ പ്ലക്കാർഡുകളിൽ ഒരു പ്ലക്കാർഡിൽ നിന്നുള്ള വാചകം വളരെ വേദനയോടുകൂടിയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ അത്യപൂർവമായി സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രവണതയാണ് എനിക്ക് അത്തരം കാര്യങ്ങൾ. ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചു. എന്താ കാരണം എന്ന് വെച്ചാൽ, ആ പ്ലക്കാർഡിൽ അവർ എഴുതി വെച്ചിട്ടുള്ളത്, ഡോണ്ട് സേ അസ് ഹൗ ടു വെയർ. ഞങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അത് ഞങ്ങളെ സൗകര്യം പോലെ ധരിക്കുന്നില്ല, ഇതിന്റെ അർത്ഥം അല്ലേ? ഞങ്ങളെങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. പിന്നെന്താണ് വേണ്ടത്? ബട്ട് ആസ്കിങ് ഹിം ഡോണ്ട് റേപ്പ്. ഞങ്ങളെ ബലാത്സംഗം ചെയ്തതിന് അവരോട് നിങ്ങൾ പറയണം, ഞങ്ങളെ സൗകര്യം പോലെ അഴിഞ്ഞാടും. ഇവിടെ ആരും ചോദിക്കാറില്ല ഞങ്ങളോട്. ആരാണ്? നമ്മൾ ഏറ്റവും ഉയർന്ന കോഴ്സുകൾ എന്ന് വിചാരിച്ച് പഠിപ്പിക്കപ്പെടുന്ന ആ ലോകത്ത് നിന്നുള്ള അഭ്യസ്ത വിദ്യരായ ആളുകൾ എന്ന് തർക്കമില്ലല്ലോ. പ്രൊഫഷണലുകളുടെ ലോകത്ത് നിന്ന് പത്രക്കാർക്ക് അവർ ക്യാമറക്ക് മുമ്പിലേക്ക് ഉയർത്തിക്കാട്ടിയ പ്ലക്കാർഡുകളിലെ ഒരു വാചകം ഇസ്ലാം പഠിപ്പിക്കുന്ന നോക്ക് നിങ്ങൾ. ഇസ്ലാം നമ്മുടെ സഹോദരിമാരോട് പറഞ്ഞു, യാ നിസാ അൻ-നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇനിസ്തഖൈതുന്ന. പ്രവാചക ഭക്തിമാരെ, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആയിക്കൂടാ. എന്നിട്ട് അല്ലാഹു പറയാണ്, വഖുൽന ഖൗലൻ മഅറൂഫാ. നിങ്ങൾ സമൂഹത്തോട്, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മാന്യത പുലർത്തണം. കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം പാടില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞെന്തറിയോ? എന്തുകൊണ്ട് പാടില്ല? ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദ്. നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചിലർക്കെങ്കിലും നിങ്ങളെക്കുറിച്ച് വ്യാമോഹങ്ങൾ ഉണ്ടായേക്കാം. സത്യമാണോ അല്ലയോ? വഖുൽന ഖൗലൻ മഅറൂഫാ ഫലാ തഖ്ലഉന ബിൽ ഖൗൽ. കൊഞ്ചിക്കുഴയാതെ മാന്യമായി മാത്രം സംസാരിക്കാൻ ശീലിക്കുക. സംസാരത്തിൽ നിങ്ങളിൽ നിന്ന് വരുന്ന വീഴ്ചകൾ ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറൽ. സ്വന്തം മക്കളോട്, പേരമക്കളോട് പറയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് പറഞ്ഞത്, നമ്മുടെ പെൺമക്കളുടെ സംസാരം മറ്റുള്ളവരിൽ വ്യാമോഹങ്ങൾ ഉൽപ്പാദിപ്പിച്ചേക്കാം. അത് അള്ളാഹ്ക്ക് തെറ്റിന്നാണ് നിന്നെ നമ്മുടെ സമുദായത്തിന്റെ ഭാവമെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നുബല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം എന്നാണ് അത്തരക്കാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് നബിതങ്ങളിൽ നിന്നും സ്വഹാബത്തിൽ നിന്നും മനസ്സിലായിട്ട് അതിനെതിരെ നടന്നാൽ പോകുന്ന പാട്ടിന് പോകട്ടെ എന്ന് വെക്കും. അത് നരകത്തിലാണ് എത്തുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു.
അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരോട് പെൺമക്കളോട് പറയണം, അവരോട് അവരുടെ സംസാരം പരിമിതപ്പെടുത്താൻ ആവശ്യപ്പെടണം. രണ്ടാമത്, അവരുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരേണ്ടതുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന ആ പോളിസി ഖുർആൻ നേരെ തിരിച്ചാണ്. യാ അയ്യുഹൻ നബി ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കാൻ അവരോട് ആവശ്യപ്പെടണം. അതവർ ചെയ്താൽ ദാലികാദിനായി ഉറഫ്ന, അവർ അന്തസ്സുള്ളവരാണെന്ന് അവർക്കും നാട്ടുകാർക്കും ബോധ്യപ്പെടും. അപ്പോൾ അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവർ അപമാനിക്കപ്പെടുകയുമില്ല. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമാണ് പോളിസി നോക്കാൻ. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്യദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മുഖമക്കനകൾ അവർ മാറിടം മൂടുന്ന രൂപത്തിൽ താഴ്ത്തിയിടട്ടെ എന്ന്. മൂന്നാമതെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, വസ്ത്രങ്ങൾക്ക് മുകളിലൂടെ വരുന്ന ആ സൗന്ദര്യങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതല്ലാതെ മനഃപൂർവമായി യാതൊന്നും അവർ പ്രദർശിപ്പിക്കാൻ പാടില്ല. അവരുടെ സൗന്ദര്യം തലയിൽ തട്ടമിടാതെ മാറുമറക്കാതെ കാണാൻ അവകാശമുള്ളത് അവരുടെ ഭർത്താവ് മക്കൾക്ക്, അവരുടെ വാപ്പക്ക്, അവരുടെ ഭർത്താവിന്റെ വാപ്പ, അവരുടെ മക്കൾ, അവരുടെ സഹോദരങ്ങൾ, സഹോദരന്മാരുടെ മക്കൾ, സഹോദരിമാരുടെ മക്കൾ, ഇവർക്കു മാത്രമാണ് പുരുഷന്മാരുടെ കൂട്ടത്തിൽ. പിന്നീട് പ്രായം തെറ്റി നിൽക്കുന്ന എഴുന്നേക്കാൻ വയ്യാത്ത പുരുഷന്മാർ, വൃദ്ധന്മാർ, പിന്നീട് എട്ടും പൂട്ടം തിരിയാത്ത ആൺകുട്ടികൾ, ഇവർക്ക് മുമ്പിലല്ലാതെ ശരീരത്തിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിന്റെ 31-ാമത്തെ ആയത്തിൽ എണ്ണി 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 പറയുകയുണ്ടായി. പക്ഷെ നമ്മളുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചത് ഡോണ്ട് സേ ഹൗസ് ടു വെയർന്ന, അത് നിങ്ങൾ ഇങ്ങോട്ട് പറയണ്ട, അത് ഞങ്ങളെ സൗകര്യം പോലെ ചെയ്യുന്ന ആ ലോകത്തേക്ക് മക്കളെ പറഞ്ഞു വിടുന്നവർ ദീൻ അവർക്ക് ആഴത്തിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. ആദ്യം എവിടെ പോയാലും നമ്മുടെ മക്കൾ പിഴക്കൂല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഗവർണറാക്കി വിടുമ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശങ്ങൾ 3 ആണ്. എന്താണ്? 3 ഉപദേശം. അതിലൊന്ന് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത എന്നാണ്. എവിടെയാണെങ്കിലും അല്ലാഹു അവിടെയെല്ലാം ഉണ്ട് എന്ന ബോധം വേണം, തഖ്വയുണ്ടാവണം, ജീവിതം വളരെ സൂക്ഷിച്ചു വേണം മുആദേ. ഒന്ന്. രണ്ടാമത്തത് എന്താ? വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, മാന്യമായ സൽസ്വഭാവിയായി ജീവിക്കണം. മൂന്നാമത്തത്, വീഴ്ച വന്നാൽ, അബദ്ധം സംഭവിച്ചാൽ ഉടനെ നന്മകൾ കൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കണം എന്ന്. എവിടെയായാലും നമ്മളെ മക്കൾ പിഴച്ചു പോകാതിരിക്കാനുള്ള ആദ്യത്തെ ഉപദേശം ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത എന്നാണ്. നീ എവിടെയാണെങ്കിലും അല്ലാഹു അവിടെയുണ്ട് എന്ന ഭയം, ബോധം മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ സംസാരം നന്നാകും, അപ്പോൾ അവരുടെ വസ്ത്രം നന്നാകും. മൂന്നാമത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, ഒരു സ്ത്രീയും തന്റെ രക്തബന്ധുവോ ഭർത്താവോ അല്ലാതെ, വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവരോ ഭർത്താവോ അല്ലാതെ മറ്റൊരു പുരുഷന്റെ കൂടെയും തനിച്ചാവരുത് എന്നാണ്. ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ അജ്നബിയ്യ, ഒരു സ്ത്രീ ഒറ്റക്ക് രക്തബന്ധുവിനോടോ ഭർത്താവിനോടോ ഒപ്പമല്ലാതെ ഒറ്റക്കാവരുത്. അത് യാത്രയിലും പാടില്ല, സ്ഥാപനങ്ങളിലും പാടില്ല. അതിനൊക്കെ അപ്പുറത്താണ് നമ്മുടെ മൊബൈലുകളും നമ്മുടെ ഇന്റർനെറ്റുകളും നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകൾ വരുത്തി വെക്കുന്ന മാരകമായ ദുരന്തം ദീനില്ലാത്തത് കൊണ്ട് മാത്രം സംഭവിക്കുന്നവയാണ്. അതിനേക്കാൾ വലിയ ഒറ്റപ്പെടലല്ല ശാരീരികമായിട്ടുള്ള ഒറ്റപ്പെടൽ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, പ്രിയപ്പെട്ട സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂദു മിൻ അബ്സാരിഹിന്ന, കണ്ണുകൾ ഹറാമുകളിൽ നിന്ന് താഴ്ത്തി പിടിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സഹോദരിമാർ ശ്രദ്ധിക്കുകയും കൂടി വേണം എന്നർത്ഥം. ഇതിന് 2 തലമാണ് എന്നർത്ഥം. ഒന്ന്, സമൂഹം അവർക്ക് നൽകേണ്ടുന്ന മതപരമായ കാഴ്ചപ്പാടിലുള്ള സമീപനത്തിലെ പരിഗണനകളും സംരക്ഷണവും. മറ്റൊന്ന്, അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന അന്തസ്സും ആഭിജാത്യവും
അതവരുടെ സംസാരത്തിലും അവരുടെ വസ്ത്രധാരണത്തിലും അവരുടെ പെരുമാറ്റങ്ങളിലും ഇടകലരലുകളിലും ഇടപഴകലുകളിലും കൂടി മാറിയാൽ അവർ അത് ഈ രണ്ടു കൂട്ടരും ഇത് ശ്രദ്ധിച്ചാൽ ഇസ്ലാമിന്റെ മക്കൾക്ക് മുസ്ലിം കുടുംബങ്ങളിൽ ഒന്നിൽ പോലും ഒരു തരത്തിലുള്ള അപജയങ്ങളും ഒരു തരത്തിലുള്ള അവിഹിതങ്ങളും ഉണ്ടാവുകയില്ല. ആ ലോകത്ത് നിന്ന് എത്ര കോടി രൂപ കിട്ടാമെന്ന് വെച്ചാലും അതിനപ്പുറത്താണ് എൻ്റെ പരലോകം, എൻ്റെ സ്വർഗം, ഞാൻ എത്തിപ്പെടാനിടയുള്ള നരകം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കിയെടുക്കുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും എന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതി. പിന്നെ പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ആഗോള താപനം മരമാണ് മറുപടി എന്ന്. അതുപോലെ സാംസ്കാരികമായ ജീർണത മതമാണ് മറുപടി. ഏത് തരം ജീർണതകൾക്കുമെതിരെയുള്ള നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ള മറുപടി മതമാണ്, മതബോധമാണ്. അത് നഷ്ടപ്പെടുന്നിടത്ത് എല്ലാ ദുരന്തങ്ങളും എല്ലാ ദുരിതങ്ങളും അപമാനങ്ങളും കടന്നു വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശാദ്വലതയിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വൃത്തത്തിൽ ഒതുങ്ങി ജീവിക്കാനുള്ള ഈമാനിലേക്ക് അള്ളാഹു ഈ സമുദായത്തെയും ഇതിന്റെ മക്കളെയും വിശിഷ്യ നമ്മുടെ പെൺമക്കളെയും നമ്മുടെ യുവാക്കളെയും അനുഗ്രഹിച്ച് കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതിലേക്ക് തിരിച്ചു വരാനുള്ള ഇസ്ലാമിനെ അന്തസ്സായി അഭിമാനമായി കാണാനും അത് ആചരിക്കാനുമുള്ള തഖ്വയും ഈമാനും ആർജവവും ഈ സമുദായത്തിന് റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. യാതൊരു വിധത്തിലുള്ള ധാർമ്മികമായ അധപ്പതനങ്ങളിലേക്കും പോകാതെ ഒരു അസാംസ്കാരികത പ്രവണതകളിലും ഉൾപ്പെടാതെ ഈമാനോടെ തഖ്വയോടെ ഇഖ്ലാസോടെ തൗബയോടെ ഇബാദത്തുകളിൽ മുഴുകി ജീവിച്ച് മരിക്കാൻ അന്തസ്സാർന്ന ജീവിതം നയിക്കുന്നത് മതത്തിലൂന്നിയ ജീവിതം കൊണ്ടാണ് സാധിക്കുക എന്ന് തിരിച്ചറിയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മേഖലയിൽ നമുക്ക് വന്നുപോയ എല്ലാ വീഴ്ചകളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബത്തെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനും അനുഗ്രഹിക്കപ്പെടുന്നവരിൽ റഹ്മാനായ റബ്ബെ നീ ഉൾപ്പെടുത്തണമേ നാഥ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട്, പ്രയാസം കൊണ്ട് വരിയുന്ന എല്ലാവർക്കും ഞങ്ങളുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നീക്കിത്തരണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അത്യുന്നതങ്ങളിൽ നിന്റെ ഇഷ്ടക്കാരായ പ്രവാചകന്മാരോടും സ്വഹാബത്തിനോടും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ المسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أحينا مسلمين وأمتنا مسلمين وألحقنا بالصالحين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا يا غافر المذنبين توفنا مسلمين وألحقنا بالصالحين وصلى الله وسلم على محمد.